ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റുള്ള ഒരു മസാല പൗഡറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ ഒരു മസാല പൗഡർ എന്ന് പറയുന്നത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഗരം മസാലയോ ചിക്കൻ മസാലയോ അങ്ങനത്തെ ഒരു പൗഡർ മാതിരത്തൊരു സംഭവമല്ല. അത് ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് ഏതൊരു കറിയിലും പെട്ടെന്ന് ഇട്ടിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള പൗഡറാണ്. ഈ ഒരു സംഭവം മാത്രം ഇട്ടാൽ മതി, വേറെ പൊടികളുടെ ഒന്നും ആവശ്യമില്ല. നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് വെജിറ്റബിൾ കറീസ് ആണെങ്കിലും നോൺ വെജ് ആണെങ്കിലും എന്ത് വേണമെങ്കിലും ഈ ഒരു മസാലപ്പൊടി ഉപയോഗിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ടും. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു മസാലപ്പൊടി കൂടുതൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു 2-3 മാസം വരെ കേടാവാതെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു മസാലപ്പൊടിയുടെ പ്രിപ്പറേഷൻ്റെ കൂടെ തന്നെ ഞാൻ ഇത് വെച്ചിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ചിക്കൻ കറിയുടെ വീഡിയോയും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണേ. പിന്നെ നമുക്ക് ഒട്ടും സമയം കളയാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സ്പെഷ്യൽ ഇൻസ്റ്റൻറ്റ് മസാല പൗഡർ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് നല്ല ചൂടായിരിക്കുന്ന ഒരു പാനിലേക്ക് ആദ്യം നമ്മൾ ചേർക്കുന്നത് മുഴുവൻ മല്ലിയാണ്. അത് 1/2 കപ്പ് അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. കറക്റ്റ് മെഷർമെൻറ്റ് പറയുകയാണെങ്കിൽ 50 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. ഇനി മല്ലി ഒന്ന് ചൂടായി വരണം. അപ്പോൾ നമ്മൾ ഈ മസാല ഉണ്ടാക്കുമ്പോൾ ലോ ടു മീഡിയമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും വെക്കരുത്. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 1 മിനിറ്റ് ഇതുപോലൊന്ന് ചൂടാക്കിയതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് മറ്റു കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ടാണ് മറ്റ് സാധനങ്ങൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ പെരിഞ്ജീരകം ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ സാദാ ചെറിയ ജീരകം, ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക്, പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയൊരു ബേ ലീഫാണ്, അതായത് വഴണിയില. അപ്പോൾ അത് ചെറുതൊരെണ്ണം മതി, വലുതാണെങ്കിൽ ഒരു മുറി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ചെറുതൊരെണ്ണം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 കഷ്ണം കറുവപ്പട്ട ചേർത്ത് കൊടുക്കാം. അതേപോലെ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഒരു 5 ഏലക്ക ആണ്, പച്ച ഏലക്ക. അതുപോലെ തന്നെ കറുത്ത ഏലക്ക ഒരെണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കൂടുതൽ വേണ്ട, ഒരെണ്ണം മാത്രം മതി. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ജാതിപത്രിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഹാഫ് പോർഷനേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. കൂടെ തന്നെ ഒരു തക്കോലം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതായത് സ്റ്റാർ അനീസ്. പിന്നെ ഒരു 8-9 ഗ്രാമ്പുവാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് എരിവിനായിട്ട് ഉണക്കമുളകാണ് വേണ്ടത്. അപ്പോൾ ഞാൻ 6 ഒരു സാദാ മുളകും അതുപോലെ തന്നെ ഒരു 6 കാശ്മീരി ഉണക്കമുളകുമാണ് ചേർക്കുന്നത്. അപ്പോൾ ഈ കാശ്മീരി മുളക് ചേർക്കുമ്പോൾ കുറച്ച് കളറും കൂടുതൽ കിട്ടും, മറ്റേ മുളക് നല്ല എരിവും ഉണ്ടാവും. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയാണ് നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് കാഷ്യൂ നട്ട്സ് ആണ്. അത് 1/2 കപ്പ് അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ 1 കപ്പ് മല്ലിക്ക് 1/2 കപ്പ് കാഷ്യൂ നട്ടാണ് കറക്റ്റ് മെഷർമെൻറ്റ്. അപ്പോഴാണ് ആ ഒരു ടേസ്റ്റ് കിട്ടുക. ഇനി നമുക്ക് ലോ ടു മീഡിയത്തിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു മിനിമം ഒരു 15 to 20 മിനിറ്റ്സ് ഇത് റോസ്റ്റ് ചെയ്യണം. അപ്പോൾ വല്ലാണ്ട് ഫ്ലെയിം കൂട്ടി അത് കരിഞ്ഞു പോവും, എല്ലാം കറക്റ്റായിട്ട് മൂത്ത് വരില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ലോ ടു മീഡിയമിലാക്കിയിട്ട് ഒരു 15 തൊട്ടിട്ട് 20 മിനിറ്റ് വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു മസാലകളെല്ലാം കൂടെ മൂത്ത് വരുമ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. നമ്മൾ ഇട്ടിരിക്കുന്ന ഈ ഒരു ഉണക്കമുളക് ഉണ്ടല്ലോ, കാശ്മീരി മുളക് ആയതുകൊണ്ട് തന്നെ അതൊരല്പം ഒന്ന് വീർത്തും വരും. അതുപോലെ നമ്മൾ ഇട്ടിരിക്കുന്ന ആ ഒരു ബേ ലീഫ് നമ്മളിതുപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കുമ്പോൾ ഇതുപോലെ പൊടിഞ്ഞു വരുന്ന ഈ ഒരു സ്റ്റേജും ആവും. അപ്പോൾ നമുക്ക് കറക്റ്റാണ് നമ്മുടെ മൂപ്പ് എന്നുള്ളത് മനസ്സിലാക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് വയ്ക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ഫ്രഷ് ആയിട്ടുള്ള മഞ്ഞൾപ്പൊടിയാണ്, മഞ്ഞൾ ഉണക്കി പൊടിച്ചെടുത്തിട്ടുള്ള പൊടിയാണ്. അപ്പോൾ ഇതുപോലെ ഫ്രഷ് ആയിട്ടുള്ള പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് 2 പീസ് ഉണക്ക മഞ്ഞൾ നമ്മൾ ഇത് വഴറ്റുന്ന ആ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം. പൊടിയായിട്ടാണെങ്കിൽ അവസാനം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ബാക്കിയുള്ള മസാലയുടെ ആ ഒരു ചൂടിൽ തന്നെ ഈ ഒരു മഞ്ഞൾപ്പൊടിയുടെ പച്ചമണവും മാറി കിട്ടിക്കോളും. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ചൂടാറാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ചൂട് നന്നായിട്ട് ആറി കഴിയുമ്പം നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ടൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വലിയ ജാറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒറ്റ ട്രിപ്പിൽ പൊടിച്ചെടുക്കാം. ചെറിയ ജാറാണെന്നുണ്ടെങ്കിൽ 2 പ്രാവശ്യമായിട്ട് കുറേശ്ശെ ഇട്ടിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മസാല പൗഡർ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ചെറിയൊരു തരിതരിപ്പോടുകൂടിയാണ് ഞാൻ പൊടിച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇതുപോലെയല്ല, നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പൊടിക്കുന്ന സമയത്ത് ഒരല്പം കല്ലുപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഇൻസ്റ്റൻറ്റ് മസാല പൗഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഏത് കറിയും ഈ ഒരു മസാല പൊടി ഇട്ടിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഒരുപാട് മെനക്കെടൊന്നും ഉണ്ടാവില്ല ഈ ഒരു പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ. കാരണം മറ്റു പൊടികളോ മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനത്തെ മറ്റു കാര്യങ്ങളൊന്നും പിന്നെ ചേർക്കണ്ട, ഈ ഒരു പൗഡർ മാത്രം ചേർത്താൽ മതി.
അപ്പോൾ ഈ ഒരു പൗഡർ നമ്മളൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ സൂക്ഷിക്കുകയെന്നുണ്ടെങ്കിൽ ഒരു 2-3 മാസമൊക്കെ തന്നെ കേടാവാതെ സുഖമായിട്ട് ഇരുന്നോളും. അപ്പോൾ ഞാനിപ്പോൾ ഈ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഒരു അളവ് കറക്റ്റ് 250 ഗ്രാം നമുക്ക് കിട്ടും. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ബോട്ടിലാക്കി നമുക്ക് സ്റ്റോർ ചെയ്യാം. അപ്പോൾ ഈ ഒരു അളവ് വെച്ചിട്ട് എനിക്കിനിപ്പോൾ കുറേ കാലത്തേക്ക് ഇത് മതിയാവും. കാരണം നമുക്ക് അത്രയല്ലേ നമ്മൾ മസാലപ്പൊടി യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ കുറേ കാലത്തേക്ക് ഇത് ഇരുന്നോളും. അപ്പോൾ നല്ല ടൈറ്റായിട്ട് ഇത് അടച്ചു വെക്കുക. ആവശ്യത്തിന് കുറേശ്ശെ മാത്രം എടുത്ത് യൂസ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഇൻസ്റ്റൻറ്റ് മസാല പൗഡറിൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു പൊടി വെച്ചിട്ട് നല്ല എളുപ്പത്തിലൊരു ചിക്കൻ കറിയും കൂടെ കാണിച്ചു തരാം. അപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി എണ്ണ നന്നായി ചൂടായി വരുമ്പം ഇതിലേക്ക് ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള സവോള ചെറുതായിട്ട് കൊത്തിയരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഉള്ളി വഴറ്റുന്ന സമയത്ത് ആ ഒരു കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഉള്ളി പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടിക്കോളും. അപ്പോൾ ഞാനും ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു ലൈറ്റ് ബ്രൗൺ ആയി തുടങ്ങുമ്പം നമുക്കിനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് 1 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതും കൂടി ഇട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് തക്കാളിയാണ്. അപ്പോൾ ചെറിയൊരു തക്കാളി എടുത്താൽ മതി. ഞാൻ 1 കിലോ അളവിലാണ് ചിക്കൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചെറിയൊരു തക്കാളി ഇതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തക്കാളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം. അപ്പോൾ ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ അടച്ചു വെച്ചിട്ട് 1 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തക്കാളി പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും. അപ്പോൾ എന്തായാലും 1 മിനിറ്റ് ഞാൻ ഇതുപോലെ ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യുന്നുണ്ട്. തക്കാളിയൊക്കെ തന്നെ ഇതുപോലെ നന്നായിട്ട് ഇനി വെന്ത് കഴിയുമ്പോൾ നമുക്കിനി ഇതിലേക്ക് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1 കിലോ അളവിലാണ് ഞാൻ ചിക്കൻ ചേർക്കുന്നത്. ഇതിനകത്ത് ഉപ്പോ മഞ്ഞളോ ഒന്നും ചേർത്തിട്ടില്ല. പ്ലെയിൻ ആയിട്ടുള്ള ആ ചിക്കൻ തന്നെയാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ കൂടെ നമ്മുടെ സ്പെഷ്യൽ മസാലപ്പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ ഈ ഒരു മസാലപ്പൊടി ഇപ്പോൾ ഞാൻ ഒരു 2.5 ടേബിൾ സ്പൂൺ അളവിലാണ് ചേർക്കുന്നത്. ടീസ്പൂൺ അല്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഇതിനകത്ത് നമ്മളിനി വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 2.5 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മസാലപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ ആയതുകൊണ്ട് തന്നെ ഒന്ന് വെന്ത് വരുമ്പം ഇതിനകത്ത് നിന്ന് കുറച്ചൊന്ന് ഗ്രേവി ഇറങ്ങി വരും. എന്നിരുന്നാലും നമുക്കിത് വേവാനായിട്ട് കുറച്ച് വെള്ളം കൂടെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പ് കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ലോ ടു മീഡിയത്തിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മളിനി വേറെ കാര്യങ്ങളൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട. ചിക്കൻ ആയതുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ കുറേശ്ശെ വെള്ളം ഇറങ്ങി വന്നോളും. അപ്പോൾ എന്തായാലും നമുക്ക് 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതെ, 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ ചിക്കനൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രേവി കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും എത്രമാത്രം നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത് എന്നുള്ളത്. നമ്മൾ കാഷ്യൂ നട്ട്സ് ഒക്കെ ചേർത്ത് കൊടുത്തിട്ടാണ് ഈ ഒരു തിക്നെസ്സിൽ ഇരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കൂടെ ഞാൻ നമ്മുടെ മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ എരിവും കാര്യങ്ങളൊക്കെ കറക്റ്റാണ്. എന്നിരുന്നാലും ഒരല്പം ഫ്ലേവർ മുന്നിട്ട് നിൽക്കാനായിട്ട് ഒരല്പം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണോളം മല്ലിയില ചെറുതായി അരിഞ്ഞ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിത് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ മല്ലിയുടെ ഫ്ലേവറൊക്കെ തന്നെ കറക്റ്റായിട്ട് ഇറങ്ങി കിട്ടിക്കോളും. ഇത് 5 മിനിറ്റ് കൊണ്ട് നമ്മുടെ ശരിക്കും നല്ല കിടിലൻ ടേസ്റ്റിലുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. വേറെ ഒരു ബുദ്ധിമുട്ടും ഇല്ല ഉണ്ടാക്കാനായിട്ട്. ഈ ഒരു മസാലപ്പൊടി മാത്രം ഇട്ടാൽ മതി. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ കുക്കിംഗ് പഠിച്ചു വരുന്ന കുട്ടികൾക്കാണെങ്കിലും ഈ ഒരു മസാലപ്പൊടി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി ഉണ്ടാക്കാം. നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ തന്നെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു കറി. അപ്പോൾ കുറച്ചുകൂടെ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നമ്മൾ വെള്ളം ഒഴിക്കുമ്പം കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഗ്രേവിയുടെ അളവ് കൂട്ടിയെടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയും അതുപോലെ തന്നെ നമ്മുടെ ഒരു സ്പെഷ്യൽ മസാലപ്പൊടിയുടെ റെസിപ്പിയും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഉടനെ ഒന്ന് അറിയിക്കുകയും കൂടെ വേണേ. അപ്പം ഇനി വീണ്ടും നല്ലൊരു റെസിപ്പിയായി കാണാം. എല്ലാവർക്കും ബൈ.